ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമോ ധർമായ മഹതേ നമഃ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 10-ാം അധ്യായമാണ് നമ്മൾ വിചാരം ചെയ്തു വരുന്നത്. അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഹസ്തനാപുരിയിൽ നിന്ന് പാണ്ഡവരോട് വിട പറഞ്ഞു ദ്വാരകയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഹസ്തനാപുരിയിൽ പാണ്ഡവന്മാർക്ക് കുരുക്ഷേത്ര യുദ്ധത്തിലെ ജയം ഉണ്ടാക്കിക്കൊടുത്ത ശേഷം അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ ദഗ്ധനായ അവരുടെ വംശത്തിലെ അവസാനത്തെ ആ ശിശുവിനെ, സന്താന ബീജത്തെ ഭഗവാൻ തൻ്റെ യോഗമായ കൊണ്ട് രക്ഷിച്ച് കുന്തിയുടെയും അതുപോലെ ഭീഷ്മരുടെയൊക്കെ സ്തുതികൾ ഏറ്റുവാങ്ങി അവരെ അനുഗ്രഹിച്ചു ഭീഷ്മർക്ക് സദ്ഗതിയെ നൽകി ഭഗവാൻ പാണ്ഡവരോട് യാത്ര പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അവിടെ എങ്ങനെയാണ് അവർ ഭഗവാന് യാത്രയൊരുക്കിയത്, ഭഗവത് ഭക്തന്മാരായിട്ടുള്ള ഹസ്തനാപുര വാസികൾ എങ്ങനെ ഭഗവാനെ യാത്രയാക്കി എന്ന കാര്യമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. 18-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഉദ്ധവഃ സാത്യകിശ്ചൈവ വ്യജനേ പരമാദ്ഭുതേ വിഗീര്യമാണഃ കുസുമൈഃ രേജേ മധുപതിഃ പഥി. ഉദ്ധവഃ സാത്യകിശ്ചൈവ വ്യജനേ പരമാദ്ഭുതേ വിഗീര്യമാണഃ കുസുമൈഃ രേജേ മധുപതിഃ പഥി. ഉദ്ധവഃ സാത്യകിഃ ച ഏവ വ്യജനേ പരമാദ്ഭുതേ വിഗീര്യമാണഃ കുസുമൈഃ രേജേ മധുപതിഃ പഥി. ഇങ്ങനെയാണ് പദച്ഛേദം ചെയ്യേണ്ടത്. ഉദ്ധവഃ സാത്യകിശ്ചൈവ വ്യജനേ പരമാദ്ഭുതേ വിഗീര്യമാണഃ കുസുമൈഃ രേജേ മധുപതിഃ പഥി. അന്വയിക്കാം. ഉദ്ധവഃ സാത്യകിഃ ച ഏവ പരമാദ്ഭുതേ വ്യജനേ കുസുമൈഃ വിഗീര്യമാണഃ മധുപതിഃ പഥി രേജേ. ഇവിടെ പരമാദ്ഭുതേ വ്യജനേ എന്ന് കഴിഞ്ഞു. അവിടെ ജഗൃഹേ അല്ലെങ്കിൽ ജഗൃഹതുഹു എന്ന് പറയുന്ന ഒരു ക്രിയ അവിടെ ചേർന്ന് കിടക്കുന്നുണ്ട്. അത് തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ ജഗ്രാഹ എന്നുള്ള ഒരു പദം സിതാതപത്രം ജഗ്രാഹ എന്നുള്ള ഒരു ക്രിയയുണ്ട്. ആ ക്രിയയോട് ചേർത്ത് ഇതിനെയും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഉദ്ധവൻ, സാത്വികി എന്നിവരും പരമാദ്ഭുതേ വ്യജനെ, അത്ഭുതകരമായ വ്യജനെ, 2 വ്യജനങ്ങൾ, വ്യജനം എന്ന് വെച്ചാൽ വിശറി അല്ലെങ്കിൽ ചാമരം, രാജാക്കന്മാരെ വീശുന്ന വളരെ പ്രത്യേക രീതിയിൽ നല്ല കൊത്തുപണിയും അതുപോലെ രത്നങ്ങളൊക്കെ പതിപ്പിച്ചതായ അത്ഭുതകരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള വെൺചാമരം അല്ലെങ്കിൽ സാധാരണ ചാമരം, അതിനെയാണ് വ്യജനം എന്ന് പറയുന്നത്. അതാരൊക്കെയാണ് വീശിയത്? ഉദ്ധവരും സാത്വികയും 2 പേര് ഭഗവാന്റെ 2 ഭാഗത്ത് നിന്നുകൊണ്ട് വ്യജനം കൊണ്ട് ഭഗവാനെ വീശി പരിചരണം ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ കുസുമൈഹി വിഗീര്യമാണഃ, ഭഗവാനെ 2 ഭാഗത്തുമുള്ള ആളുകൾ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്തു, ഭഗവാനിൽ പുഷ്പങ്ങൾ വർഷിച്ചു. അങ്ങനെ പുഷ്പങ്ങളാൽ വർഷിക്കപ്പെടുന്നവനായിട്ട് എന്നാണ് ആ പദങ്ങളുടെ അർത്ഥം. കുസുമൈഹി വിഗീര്യമാണഃ, പുഷ്പങ്ങളാൽ അർച്ചന അല്ലെങ്കിൽ വർഷിക്കപ്പെട്ടവനായിട്ട്. മധുപതി, മധുപതി എന്ന വാക്കിന് ശ്രീകൃഷ്ണൻ എന്നാണ് സാധാരണ അർത്ഥം. മധൂനാം പതി, മധു എന്നുള്ളത് യാദവന്മാർക്ക്, യാദവ വംശത്തിലുള്ള രാജാവിൻ്റെ പേരാണ് മധു. അദ്ദേഹത്തിൻ്റെ വംശത്തിൽ ജനിച്ച ആളുകളെ മധുക്കൾ എന്നും മാധവന്മാർ എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ആ മധുക്കളുടെ പതി ആയിട്ടുള്ള, അതായത് യാദവന്മാരുടെ ഈശ്വരനായിട്ടുള്ള ഭഗവാനെ മധുപതി എന്ന് വിളിക്കുന്നു. മധു എന്ന ശബ്ദത്തിന് മറ്റൊരു അസുരൻ്റെ പേരുമായിട്ട് അതിന് ബന്ധമുണ്ട്. മധു, കൈടഭൻ, ഈ 2 അസുരന്മാരെ നിഗ്രഹിച്ചത് ഭഗവാനായതുകൊണ്ട് ഭഗവാനെ മധുസൂദനൻ, മധുവിനെ സൂദനം ചെയ്തവൻ, മധുവിനെ കൊന്നവൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. അത് അസുരനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ മധുക്കളുടെ
പതി, പാലകൻ എന്നുള്ള അർത്ഥത്തിലാണ് മധുപതി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ആ മധുപതിയായിരിക്കുന്ന ഭഗവാൻ പതി എന്ന് വെച്ചാൽ മാർഗത്തിൽ, വഴിയിൽ, അതായത് വീഥിയിലൂടെയാണ് പോകുന്നത്. ആ വീഥിയിൽ രേജയെ ഭഗവാൻ വിരാജിച്ചു അല്ലെങ്കിൽ ശോഭിച്ചു എന്നർത്ഥം. ഉദ്ധവരും സാത്വികയും ഭഗവാന് വ്യജനങ്ങൾ വീശിക്കൊണ്ടും സാധാരണക്കാരായ മറ്റ് ആളുകളാൽ പുഷ്പങ്ങൾ വർഷിക്കപ്പെടുന്നവനായിട്ടും ഭഗവാൻ, മധുപതിയായിരിക്കുന്ന ഭഗവാൻ ആ വീഥിയിൽ വളരെയധികം ശോഭിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 19ാമത്തെ ശ്ലോകം നോക്കാം. അശ്രൂയന്ത ആശിഷസത്യാസ്തത്ര തത്ര ദ്വിജേരിതാഃ നാനുരൂപാനുരൂപാശ്ച നിർഗുണസ്യ ഗുണാത്മനഃ. അശ്രൂയന്ത ആശിഷസത്യാസ്തത്ര തത്ര ദ്വിജേരിതാഃ നാനുരൂപാനുരൂപാശ്ച നിർഗുണസ്യ ഗുണാത്മനഃ. അശ്രൂയന്ത ആശിഷഃ സത്യാഃ തത്ര തത്ര ദ്വിജേരിതാഃ നാനുരൂപാനുരൂപാഃ ച നിർഗുണസ്യ ഗുണാത്മനഃ. ഇങ്ങനെ അതിനെ പദച്ഛേദം ചെയ്യാം. അശ്രൂയന്ത ആശിഷസത്യാസ്തത്ര തത്ര ദ്വിജേരിതാഃ നാനുരൂപാനുരൂപാശ്ച നിർഗുണസ്യ ഗുണാത്മനഃ. ഈ ശ്ലോകത്തെ അന്വയിക്കാം. നിർഗുണസ്യ ഗുണാത്മനഃ നാനുരൂപാഃ അനുരൂപാഃ ച സത്യാഃ ദ്വിജേരിതാഃ ആശിഷഃ തത്ര തത്ര അശ്രൂയന്ത. ഇവിടെ ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ മാഹാത്മ്യത്തെ കൂടി പറയുകയാണ്. ബ്രാഹ്മണർ ഭഗവാന് ആശിസ്സുകൾ നേർന്നു എന്ന് പറയുന്നു. എങ്ങനെയുള്ള ഭഗവാന് വേണ്ടിയാണ് അവർ ആശിസ്സുകൾ നേർന്നത്? നിർഗുണസ്യ ഗുണാത്മനഃ. ഭഗവാൻ നിർഗുണനാണ്, ഗുണങ്ങൾക്ക് അതീതനാണ്. അതായത് സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്നീ ഗുണങ്ങളൊക്കെ തന്നെ ഭഗവാനിൽ നിന്നും പുറപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ മായാശക്തിയുടെ സ്വഭാവങ്ങളാണ്. ഭഗവാൻ മായക്ക് അധീനനല്ല, ഭഗവാൻ മായക്ക് അതീതനാണ്. മായയെ സൃഷ്ടിക്കുന്നതും മായയെ ക്ഷോഭിപ്പിച്ച് സൃഷ്ടിക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നതും ഭഗവാനാണ്. പക്ഷെ ഭഗവാന് ഈ ഗുണങ്ങൾ ഇല്ല, അല്ലെങ്കിൽ ഭഗവാൻ ഗുണങ്ങൾക്ക് അതീതനായിട്ട് വർത്തിക്കുന്നു. പക്ഷെ ഭഗവാൻ തന്നെയാണ് മായ വഴിയായിട്ട് ത്രിഗുണാത്മകമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈ സൃഷ്ടിവിശേഷങ്ങളിൽ ത്രിഗുണങ്ങൾ കാണാം. ഭഗവാൻ തന്നെയാണ് സൃഷ്ടിയായിട്ട് മാറിയത് എന്നുള്ളത് കൊണ്ട്, ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചമായിട്ട് പരിണമിച്ചത് എന്നുള്ളത് കൊണ്ട്, ആ പ്രപഞ്ചത്തിന് ഗുണമുള്ളത് കൊണ്ട് ഭഗവാനെ ഗുണാത്മാ, ഗുണങ്ങൾ ചേർന്നവൻ, ഗുണങ്ങളോട് കൂടിയിട്ടുള്ളവൻ എന്ന് പറയുന്നതിലും തെറ്റില്ല. അപ്പോൾ ഭഗവാൻ ഒരേ സമയത്ത് നിർഗുണനുമാണ്, ഗുണാത്മാവുമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെ സംബന്ധിച്ച് ബ്രാഹ്മണർ ആശീർവചനങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അത് ഭഗവാന് ചേർന്നതാണോ എന്നാണ് സംശയം വരുന്നത്. അതുകൊണ്ടാണ് നാനുരൂപാഹ അനുരൂപാഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിർഗുണനായ ഭഗവാനെക്കുറിച്ച് ആശിസ്സുകൾ നേരുന്നത് ശരിയാണോ? അത് വാസ്തവത്തിൽ ഭഗവാന് ചേർന്നതല്ല. എന്തുകൊണ്ട്? ഭഗവാന് നമ്മൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രമറിയുന്ന ബ്രാഹ്മണർ സുഖീഭവ, ദുഷ്ടാൻ ജഹി, സാധൂൻ പാലയ, ഇങ്ങനെയൊക്കെ ആശിസ്സുകൾ നേരുക. ഇങ്ങ് സുഖമായിരിക്കട്ടെ, അങ്ങക്ക് മംഗളമുണ്ടാകട്ടെ. നമ്മൾ സപ്താഹയജ്ഞങ്ങളിൽ രുക്മിണി സ്വയംവരം എന്നൊക്കെ പറഞ്ഞ് രുക്മിണി വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ അത് പാരായണം ചെയ്ത് കഴിഞ്ഞ ശേഷം മംഗളം മംഗളം ലോകനാഥേ, മംഗളം മംഗളം വാസുദേവ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രുക്മിണിക്കും ശ്രീകൃഷ്ണനും മംഗളം നേരുന്ന പാട്ടുകളൊക്കെ പാടി വലിയ ആഘോഷമൊക്കെ നടത്താറുണ്ട്. പക്ഷേ നമ്മൾ ഭഗവാന് മംഗളം നേരേണ്ടതുണ്ടോ? ഭഗവാൻ നമുക്കാണ് മംഗളം നേരേണ്ടത്. ഭഗവാന് മംഗളം നേരാൻ നമ്മൾ അനുഗ്രഹ നിഗ്രഹ ശക്തിയുള്ള ആളുകളല്ല, ഭഗവാനേക്കാളും ഒട്ടുമല്ല. അതുകൊണ്ട് അത് വാസ്തവത്തിൽ അർത്ഥശൂന്യമാണ്. പക്ഷേ നമ്മൾ ഒരു മനുഷ്യഭാവത്തിലൊക്കെ തന്നെ ഭഗവാനെ കണ്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ സ്വന്തം ആളായിട്ട്, കൂട്ടുകാരനായിട്ട്, നമ്മുടെ മിത്രമായിട്ട്, കുടുംബാംഗമായിട്ടും ഒക്കെ നമുക്ക് ഭഗവാനെ കണ്ട് ആരാധിക്കാം എന്നുള്ളത് കൊണ്ട് അതിൽ ദോഷമൊന്നും പറയാനില്ല. ഭഗവാനോട് നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഭഗവാനോട് നമ്മുടെ ഹൃദയം ചേർത്ത് വെക്കാമെന്നുള്ളത് കൊണ്ട് അതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബ്രാഹ്മണർ അദ്ദേഹത്തിന് സ്വസ്തി വാചകങ്ങളൊക്കെ ചൊല്ലി, സ്വസ്തി സൂക്തങ്ങൾ ചൊല്ലിയിട്ടും വേദമന്ത്രങ്ങളെ കൊണ്ടും മറ്റ് വാക്കുകളെ കൊണ്ടും ഭഗവാന് നന്മകൾ നേർന്നത് ഭഗവാന് ചേർന്നതല്ല. കാരണം ഭഗവാൻ
എല്ലാവർക്കും മംഗളം ചൊരിയുന്നവനാണ് എന്ന് മാത്രമല്ല ഭഗവാൻ നിർഗുണനാണ്, നിരാകാരനാണ്, നിർവിശേഷനാണ്, നിർവികൽപ്പനാണ് എന്നുള്ളത് കൊണ്ട്. അതേസമയത്ത് അനുരൂപാഹ, ഭഗവാന് അനുരൂപമാണ് ചില ആശിസ്സുകൾ. എന്തുകൊണ്ട്? ഭഗവാൻ ഗുണാത്മാവായിട്ട്, അവതാര പുരുഷനായിട്ട്, ശ്രീകൃഷ്ണനായിട്ട്, സാധുജന രക്ഷകനായിട്ടും ദുഷ്ടജന ഹന്താവായിട്ടും ഇരിക്കുമ്പോൾ ഭഗവാനോട് നമ്മൾ പറയുകയാണ്, ഭഗവാൻ ദുഷ്ടാൻ ജഹി സാധുൻ പാലയ എന്നൊക്കെയുള്ള ആശീർവചനങ്ങൾ. അങ്ങ് ദുഷ്ടന്മാരെ നിഗ്രഹിച്ചാലും അങ്ങ് സജ്ജനങ്ങളെ പരിപാലിച്ചാലും എന്നൊക്കെയുള്ള ആശിസ്സുകൾ ഒരു പ്രാർത്ഥന പോലെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് അത് ഭഗവാന് അനുരൂപങ്ങളുമാണ്. അപ്പോൾ നിർഗുണസ്യ നാനുരൂപാഹ ഗുണാത്മനഃ അനുരൂപാഹ. നിർഗുണനായ ഭഗവാന് അനുരൂപമല്ലാത്തതും ഗുണാത്മാവായിരിക്കുന്ന ഭഗവാന് അനുരൂപമായിട്ടുള്ളതും സത്യാഹ, സത്യങ്ങളുമായിട്ടുള്ള ആ വാക്കുകളൊക്കെ സത്യങ്ങളുമാണ്. കാരണം എന്താണ്? ദ്വിജേരിതാഹ, ബ്രാഹ്മണർ, അറിവുള്ള ബ്രഹ്മജ്ഞാനികളായ വേദജ്ഞാനികളായ ബ്രാഹ്മണർ പറയുന്ന വാക്കുകൾ ഒരിക്കലും കള്ളമാവുകയില്ല എന്നുള്ളത് കൊണ്ട് അതൊക്കെ തന്നെ സത്യങ്ങളുമാണ്. ദ്വിജേരിതാഹ, ദ്വിജന്മാരാൽ ബ്രാഹ്മണന്മാരാൽ ഈരിതങ്ങളായ ഉച്ചരിക്കപ്പെട്ടതായ ആശിഷഃ, ആശിസ്സുകൾ തത്ര തത്ര അശ്രൂയന്ത, അവിടെയായിട്ട് കേൾക്കപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അശ്രൂയന്താശിഷസത്യാസ്തത്ര തത്ര ദ്വിജേരിതാഃ നാനുരൂപാനുരൂപാശ്ച നിർഗുണസ്യ ഗുണാത്മന. ഇനി നമുക്ക് 20ാമത്തെ ശ്ലോകം എടുക്കാം. അന്യോന്യമാസീത് സഞ്ചൽപ്പ ഉത്തമശ്ലോകചേതസാം കൗരവേന്ദ്രപുരസ്ത്രീണാം സർവശ്രുതിമനോഹര. അന്യോന്യമാസീത് സഞ്ചൽപ്പ ഉത്തമശ്ലോകചേതസാം കൗരവേന്ദ്രപുരസ്ത്രീണാം സർവശ്രുതിമനോഹര. അന്യോന്യം ആസീത് സഞ്ചൽപ്പഃ ഉത്തമശ്ലോകചേതസാം കൗരവേന്ദ്രപുരസ്ത്രീണാം സർവശ്രുതിമനോഹര. അതിൽ പദച്ഛേദം ചെയ്യാൻ വളരെ 3 പാദങ്ങളൊക്കെ ഓരോ പൂർണ്ണ പദങ്ങളാണ്. ആദ്യത്തെ പാദത്തിൽ മാത്രമേ പദച്ഛേദം ചെയ്യേണ്ടതുള്ളൂ. അന്യോന്യം ആസീത് സഞ്ചൽപ്പഃ. ഉത്തമശ്ലോകചേതസാം കൗരവേന്ദ്രപുരസ്ത്രീണാം സർവശ്രുതിമനോഹര സഞ്ചൽപ്പഃ അന്യോന്യം ആസീത് എന്നാണ് അതിൻ്റെ അന്വയം. ഉത്തമശ്ലോകചേതസാം, ഉത്തമശ്ലോകനായ ഉത്തമന്മാരായ ആളുകളാൽ കീർത്തിക്കപ്പെടുന്ന ഭഗവാനാണ് ഉത്തമശ്ലോകൻ. ആ ഉത്തമശ്ലോകചേതസാം എന്ന് വെച്ചാൽ ഉത്തമശ്ലോകനായ ഭഗവാനെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്നവരായ, ഭഗവാനെ മനസ്സിൽ എന്നും സ്മരിക്കുന്നവരായ ആളുകളുടെ, ആരാണത്? കൗരവേന്ദ്രപുരസ്ത്രീണാം, കൗരവേന്ദ്രൻ, കൗരവന്മാരുടെ ഇന്ദ്രൻ, കൗരവന്മാരുടെ രാജാവായിട്ടുള്ള, അതായത് അവിടെ ധൃതരാഷ്ട്രരാഗം, യുധിഷ്ഠിരനാഗം, ആരായാലും അവിടെയുള്ള ആ പുരം, ആ ഹസ്തനപുരിയിലുള്ള സ്ത്രീണാമത്തെയുള്ള സ്ത്രീകളുടെ എന്തുണ്ടായി? സഞ്ചൽപ്പ, സമ്യക് ആയിട്ടുള്ള ജൽപ്പം. സഞ്ചൽപ്പം എന്ന് വെച്ചാൽ സംഭാഷണം, അല്ലെങ്കിൽ കഥാകഥനം, കഥകൾ, വിവരണങ്ങൾ, സംഭാഷണങ്ങൾ ഒക്കെ. ജൽപ്പം എന്നുള്ളത് തർക്കശാസ്ത്രത്തിൽ, ന്യായസൂത്രത്തിലൊക്കെ തന്നെ വേറൊരർത്ഥത്തിൽ ജൽപ്പം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സാങ്കേതിക പദമായിട്ട് പ്രയോഗിക്കാറുണ്ട്. ആ ജൽപ്പമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സാധാരണ രീതിയിൽ സംഭാഷണം ചെയ്യുക, സഞ്ചൽപ്പം, സമ്യക്കായ നല്ല രീതിയിലുള്ള സംഭാഷണം, അവരുടെ കഥ, അവർ പറയുന്ന കഥകൾ, ഭഗവാനെക്കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ എന്നർത്ഥം. അതാണ് സഞ്ചൽപ്പ, സമ്യക്കായിട്ട് നല്ല രീതിയിലുള്ള ജൽപ്പങ്ങൾ, വാക്കുകൾ. അതാരാണ് പറഞ്ഞത്? ഭഗവാനെ എന്നും ഹൃദയത്തെ വെച്ച് ആരാധിക്കുന്ന, ഹൃദയത്തെ കൊണ്ടു നടക്കുന്നവരായ ഹാസ്തനപുരിയിലുള്ള സ്ത്രീകളുടേതാണ് വാക്കുകൾ. അതെങ്ങനെയുള്ളതായിരുന്നു? സർവശ്രുതി മനോഹര, എല്ലാ കാതുകൾക്കും മനസ്സിനും ആകർഷകമായിട്ടുള്ള വാക്കുകളാണ് അവർ പറഞ്ഞത്. സർവാസാം ശ്രുതീനാം മനോഹര, എല്ലാ ചെവികൾക്കും മനോഹരങ്ങളായിട്ടുള്ളത്. മനോഹരം എന്ന വാക്കിന് മനസ്സിനെ ഹരിക്കുന്നത് എന്ന് വേറൊരു അർത്ഥമുണ്ട്. അപ്പോൾ ചെവിയിലൂടെ കേൾക്കുന്ന ആളുകൾക്കൊക്കെ അത് വളരെയധികം ആകർഷകമായിട്ട് തോന്നുന്നു, കേൾക്കാൻ ഇമ്പം തോന്നുന്നു, ഇഷ്ടം തോന്നുന്നു എന്നർത്ഥം. ഇനി മറ്റൊരു അർത്ഥമുള്ളത് സർവേഷാം ശ്രുതീഹി മനാംസിച്ച ആകർഷതീതി, എല്ലാവരുടെയും ചെവിയും മനസ്സും ആകർഷിക്കപ്പെടുന്നു എന്ന് ഒരർത്ഥം. ഇനി ശ്രീധരാചാര്യ സ്വാമികളും മറ്റും പറഞ്ഞിരിക്കുന്ന മറ്റൊരർത്ഥമുണ്ട്. ശ്രുത്യഭിമാനി ദേവത അപി തച്ഛ്രുത്വ സവിസ്മയാ ബഭൂവു. സർവശ്രുതി, ശ്രുതി എന്ന വാക്കിന് വേദം എന്ന് അർത്ഥമുള്ളതുകൊണ്ട് സർവശ്രുതി മനോഹരാഹ എന്ന് വെച്ചാൽ എല്ലാ ശ്രുതികളും, എല്ലാ വേദങ്ങൾക്കും അത് മാന്യമായിട്ടും മനോഹരമായിട്ടും തോന്നി. വേദങ്ങൾക്ക് പാട്ട് കേട്ടിട്ട് ഇഷ്ടമാവുക എന്ന് വെച്ചാൽ വേദങ്ങൾ മനുഷ്യരാണോ അല്ലെങ്കിൽ ദേവന്മാരാണോ, അവർക്കതിന് രൂപമുണ്ടോ എന്നാണെങ്കിൽ ശ്രുത്യഭിമാനീ ദേവതാഹ എന്നാണ്.
അതായത് എല്ലാ ജഡചേതന വസ്തുക്കൾക്കും അഭിമാന ദേവതകളുണ്ട്. കണ്ണിന് ഒരു അഭിമാന ദേവതയുണ്ട്. നമ്മുടെ ശരീര അവയവങ്ങൾക്കൊക്കെ അഭിമാന ദേവതകളുണ്ട്. അതുപോലെ മൂർത്തവും അമൂർത്തവുമായിട്ട് എല്ലാ വസ്തുക്കൾക്കും അഭിമാന ദേവതയുണ്ട്. ഇന്ദ്രിയങ്ങൾക്കൊരു ദേവതയുണ്ട്, മനസ്സിനൊരു ദേവതയുണ്ട്. അതുപോലെ ആകാശത്തിനൊരു ദേവതയുണ്ട്, ഭൂമിക്കൊരു അഭിമാന ദേവതയുണ്ട്, ജലത്തിന് ഒരു അഭിമാന ദേവതയുണ്ട്. അതുപോലെ വേദങ്ങൾക്കും അഭിമാന ദേവതകളുണ്ട്. ആ ശ്രുത്യഭിമാനി ദേവതകൾ അത് തച്ചുർത്തു, അത് കേട്ടിട്ട് സവിസ്മയാ ബഭൂവു, അവർക്ക് വിസ്മയമുണ്ടായി, അവർക്കത് വളരെ ഇഷ്ടമായി. ആ വേദങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടുന്നതായ കീർത്തനങ്ങളാണ്, ഗാഥകളാണ് ആ ഹസ്തനപുരിയിലെ സ്ത്രീകൾ പാടിയത്. എന്ന് വെച്ചാൽ അവരുടെ സ്തുതിയിൽ വേദസാരം അടങ്ങിയിരിക്കുന്നു എന്ന് അവിടെ സൂചന. അതങ്ങനെയാണ് താൻ. ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന പദ്യങ്ങളൊക്കെ തന്നെ വേദങ്ങളിൽ പരമമായ ആ സച്ചിദാനന്ദ ബ്രഹ്മത്തെ, സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ഏത് രീതിയിലാണോ വർണ്ണിച്ചിരിക്കുന്നത്, അതേ വർണ്ണനകൾ ശ്രീകൃഷ്ണ ഭഗവാനെ ബ്രഹ്മമായി കണ്ടുകൊണ്ട് തന്നെ വർണ്ണിക്കുന്നതായ അതിമനോഹരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളാണ്. അതാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. 21ാമത്തെ ശ്ലോകം നോക്കുക. അവരുടെ സ്തുതിയാണ്. സവൈകിലായം പുരുഷ പുരാതനോ യ ഏക ആസീദവിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗതാത്മനീശ്വരേ നിമീലിതാത്മൻ നിശി സുപ്തശക്തിഷു. സവൈകിലായം പുരുഷ പുരാതനോ യ ഏക ആസീദവിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗതാത്മനീശ്വരേ നിമീലിതാത്മൻ നിശി സുപ്തശക്തിഷു. മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകം. ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങൾ ആ ഹസ്തനപുരിയിലെ സ്ത്രീകളുടെ ശ്രീകൃഷ്ണ സ്തുതിയാണ്. അത് ഉപേന്ദ്ര വജ്ര എന്ന വൃത്തത്തിലാണ് മനോഹരമായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ളത്. വ്യാസൻ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഭക്തി ആവേശം വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അനുഷ്ഠുപ വൃത്തം മാറ്റി വേറെ ഏതെങ്കിലും ദീർഘമായിട്ടുള്ള വൃത്തങ്ങളൊക്കെ അദ്ദേഹം പ്രയോഗിക്കാറുണ്ട്. ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം. സഹ വൈ കില അയം പുരുഷ പുരാതന യഹ ഏക ആസീത് അവിശേഷ അവിശേഷേ എന്നാണ്. അവിശേഷേ ആത്മനി അഗ്രേ ഗുണേഭ്യ ജഗതാത്മനി ഈശ്വരേ നിമീലിതാത്മനി നിശി സുപ്തശക്തിഷു. ഇങ്ങനെയാണ് അതിനെ പദച്ഛേദം ചെയ്യേണ്ടത്. നിമീലിതാത്മൻ നിശി എന്നുള്ളതിനെ പദച്ഛേദം ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ ഒരു സംസ്കൃത വ്യാകരണം പഠിച്ച ആളുകൾ നിമീലിതാത്മൻ എന്ന് പറഞ്ഞ് നിശി അങ്ങനെ പദച്ഛേദം ചെയ്ത് പോകാം. പക്ഷേ ഇവിടെ ഒരു ആർഷമായ പ്രയോഗം ആണ് ഇത്. നിമീലിതാത്മനി നിശി എന്നാണ്. അത് ആർഷമായ ഒരു സന്ധി അവിടെ വന്നിട്ടുണ്ട്. ഋഷിപ്രോക്തമായ വൈദികമായ ഒരു ശൈലി അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ലുപ്തസപ്തമി അന്തം പദം എന്ന് ശ്രീധരാചാര്യ സ്വാമികൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ലുപ്തസപ്തമി, അതായത് നിമീലിത ആത്മനി എന്നുള്ള സപ്തമി വിഭക്തിയിൽ അവസാനിക്കുന്നതായ ആ പദത്തിന് ഒരു ലോപം വന്നിട്ട് അവിടെ നിശി എന്ന പദത്തോട് ചേർന്നിട്ട് നകാരം അവിടെ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആത്മനി എന്നുള്ളത് അവിടെ ഒരു ഇകാരം ലോപിച്ചു പോകുന്നുണ്ട്. അതാണ് ശ്രീധരാചാര്യരും മറ്റും പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ വൈദികമായ അല്ലെങ്കിൽ ആർഷമായ ഒരു പ്രയോഗമായിട്ട് ആണ് കരുതേണ്ടത് എന്നാണ്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഈ വാക്കിൻ്റെ അർത്ഥം അവിടെ യോജിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ശ്രീധരാചാര്യർ അങ്ങനെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ അന്വയം നോക്കാം. ഞാൻ ആ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. സവൈകിലായം പുരുഷ പുരാതനോ ഏക ആസീദവിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗതാത്മനീശ്വരേ നിമീലിതാത്മൻ നിശി സുപ്തശക്തിഷു. അന്വയിക്കാം. അവിശേഷേ ആത്മനി ഗുണേഭ്യ അഗ്രേ ജഗതാത്മനി ഈശ്വരേ നിശി സുപ്തശക്തിഷു നിമീലിതാത്മനി ഏകഃ യഃ ആസീത് പുരാതനഃ പുരുഷഃ സഹ വൈ അയം കില. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കുറച്ച് വിശദമായിട്ട് പഠിച്ചാലേ അത് മനസ്സിലാവുകയുള്ളൂ. ശ്രദ്ധയോടെ കേൾക്കുക. ഇവിടെ ഭഗവാനെക്കുറിച്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. യഹ ഏക ഏവ അദ്വിതീയ പുരുഷഃ ആസീത് സ ഏവ അയം കൃഷ്ണഃ. ഇത് ഞാൻ ശ്രീധരാചാര്യരുടെ ശ്രീധരീയം എന്ന് പറയുന്ന വ്യാഖ്യാനത്തിലുള്ള വരികൾ അങ്ങനെ തന്നെ ഉദ്ധരിക്കുകയാണ്. കാരണം ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ
ഒരു യുക്തി സഹിതമായിട്ട് പറയാൻ സാധ്യമല്ല. അദ്ദേഹത്തെ ഉദ്ധരിക്കുക തന്നെ നമുക്ക് രക്ഷയുള്ളൂ. യഹ ഏക ഏവ അദ്വിതീയ പുരുഷ, ഏകനും അദ്വിതീയനുമായ ഒരു പുരുഷൻ, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ കർത്താവും ധർത്താവും അതിനെ സംഹർത്താവും ആയിട്ട് ഇരിക്കുന്ന ഏകനായിരിക്കുന്ന ഒരു പരമപുരുഷൻ, ഒരു പുരുഷോത്തമനായിട്ടുള്ള ഒരാളുണ്ട്. അത് അയം കൃഷ്ണ, ഈ കൃഷ്ണൻ തന്നെയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ശ്ലോകത്തിൻ്റെ ഒരു ചുരുക്കത്തിലുള്ള അർത്ഥം എന്താണ്? ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ പാലിക്കുന്നവനായ, ലോകത്തിന് അതീതനായിട്ട് നിൽക്കുന്ന, സർവാന്തര്യാമിയായിട്ടും നിത്യസത്യമായിട്ടും ഇരിക്കുന്ന ഒരു ഏകമേവാദ്വിതീയനായിരിക്കുന്ന, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് ഏകമേവാദ്വിതീയം എന്നുള്ള പദം. ബ്രഹ്മവാചകമായിട്ട്, ബ്രഹ്മത്തിൻ്റെ പര്യായമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് ആ ഏകമേവാദ്വിതീയമായിരുന്ന ബ്രഹ്മം, അതിനെ നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ സ ഏവ അയം ശ്രീകൃഷ്ണ, അത് ഈ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അവിടെ ഒരു ശബ്ദം കില എന്നുള്ളൊരു ശബ്ദമുണ്ട്. കിലേതി പ്രസിദ്ധ്യ പ്രമാണദ്യോതകം എന്നാണ്. കില എന്ന് വെച്ചാൽ അങ്ങനെ ആണല്ലോ, അങ്ങനെ പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ. പ്രസിദ്ധ്യ, അത് പ്രസിദ്ധമാണ്, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്ന് സൂചിപ്പിക്കുന്ന ഒരു പദമാണ് കില എന്നുള്ള ആ അവ്യയം. പ്രമാണദ്യോതകം, അതൊരു പ്രമാണമുണ്ട്, അത് പ്രമാണീകരിക്കപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് അതിനെ ഈ പദം പ്രമാണദ്യോതകമാണ് എന്നും പറഞ്ഞിരിക്കുന്നു. ഇനി കുത്ര ആസീത്, എവിടെയാണ് ഈ ഭഗവാൻ എപ്പോഴാണ് ഉണ്ടായിരുന്നത്, ഈ രീതിയിൽ സച്ചിദാനന്ദ ബ്രഹ്മമായിട്ടിരുന്നത്? അവിശേഷേ ആത്മനി നിഷ്പ്രപഞ്ചേ നിജസ്വരൂപേ, അതായത് അവിശേഷേ ആത്മനി എന്ന് വെച്ചാൽ നിഷ്പ്രപഞ്ചേ നിജസ്വരൂപേ, പ്രപഞ്ചം ഉണ്ടായിട്ടില്ല, പ്രപഞ്ചമൊക്കെ ഭഗവാനിരിക്കുന്നു, ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ, പ്രളയാവസ്ഥയിൽ, അല്ലെങ്കിൽ പുതിയതായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? ഭഗവാൻ തൻ്റെ ഭഗവാന്റെ സ്വസ്വരൂപത്തിലായിരുന്നു. ഭഗവാൻ ഈ പ്രപഞ്ചമായിട്ട്, ബ്രഹ്മാണ്ഡമായിട്ട് വികസിച്ച് വന്നിട്ടില്ല. സൂക്ഷ്മാതിസൂക്ഷ്മമായിട്ട്, ചൈതന്യ സ്വരൂപമായിട്ട് സർവത്ര വ്യാപിച്ച് നിൽക്കുന്ന ആ ഭഗവാനിൽ എന്നർത്ഥം. കഥാ, എപ്പോൾ? അഗ്രേ ഗുണേഭ്യ, അഗ്രേ ഗുണേഭ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? ഗുണേഭ്യ, ഗുണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഗുണക്ഷോഭാത് പൂർവം. ത്രിഗുണങ്ങൾ, സത്വ രജസ്തമോ ഗുണങ്ങൾ ക്ഷോഭിച്ച്, പ്രകൃതിയുടെ ഗുണങ്ങളാണ് ഇവ, അവ ക്ഷോഭിച്ചിട്ട് അവയ്ക്കുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് സൃഷ്ടിക്ക് കാരണമായത്. അങ്ങനെ ഗുണങ്ങൾ ക്ഷോഭിക്കുന്നതിന് മുമ്പായിട്ട്, അതായത് നിശ്ചലമായ ബ്രഹ്മത്തിൽ സൃഷ്ടിക്ക് കാരണമായ ആദ്യ സ്പന്ദനം ഉണ്ടാകുന്നതിന് മുമ്പ്, അവിടെ അസ്പന്ദമായിട്ട്, സ്പന്ദിക്കാത്തതായ നിശ്ചല വസ്തുവായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ആദ്യ സ്പന്ദനം തൊട്ടാണ് സൃഷ്ടിക്കുള്ള ആ ഒരു ക്ഷോഭം, ഗുണങ്ങളുടെ ക്ഷോഭം ആരംഭിക്കുന്നത്. അതിനൊക്കെ ഭഗവാൻ തന്നെയാണ് കാരണക്കാരൻ. പക്ഷേ ഈ ക്ഷോഭമില്ലാത്ത അവസ്ഥയിൽ ഭഗവാൻ നിശ്ചല വസ്തുവായിട്ടിരിക്കുന്നു, നിഷ്പ്രപഞ്ചനായിട്ടിരിക്കുന്നു, സ്വസ്വരൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ തഥാ നിശി പ്രളയെ, നിശി എന്ന് വെച്ചാൽ രാത്രിയിൽ എന്നാണ്. രാത്രി എന്ന് പറയുന്നത് ഇവിടെ പ്രളയത്തിൽ എന്നാണ് അർത്ഥം. നിശി, രാത്രിയിൽ എന്നതിന് അർത്ഥം പ്രളയത്തിൽ, അതായത് എല്ലാം ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ, പ്രപഞ്ച സൃഷ്ടി നടക്കുന്നതിന് മുമ്പുള്ള ഒരു ഇരുട്ട്, അതാണ് നിശ എന്ന് പറഞ്ഞ്, നിശി എന്ന് പറഞ്ഞിരിക്കുന്നത്. നിശയിൽ, പ്രളയത്തിൽ, പ്രളയേച്ച തസ്യ ലക്ഷണം ജഗതാമാത്മനി ജീവേ നിമീലിതാത്മനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രളയത്തിൽ, ഈ നിശി അല്ലെങ്കിൽ പ്രളയത്തിൽ എന്നുള്ളതിന് എന്താണ് ലക്ഷണം പറയേണ്ടത്? ജഗതാം ആത്മനി ജീവേ, ജഗത്തിന് ആത്മാവായിരിക്കുന്ന ജീവസ്വരൂപം എങ്ങനെയിരിക്കുന്നു? നിമീലിതാത്മനി, നിമീലിതാത്മാവായിട്ട്, കണ്ണടച്ച് ഉറങ്ങുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ നിമീലിതം എന്ന് വെച്ചാൽ ലയിച്ചിരിക്കുന്ന എന്നൊക്കെ അർത്ഥമുണ്ട്. മനസ്സ് ലയിച്ചിരിക്കുന്ന സമയമാണല്ലോ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ലയിച്ചിരിക്കുകയാണല്ലോ. നിമീലിതമായി ഇരിക്കുന്നു എന്ന് വെച്ചാൽ പൂട്ടിയിട്ട്, കണ്ണിനെ സംബന്ധിച്ചാണ് ഈ നിമീലിതം എന്നുള്ള വാക്ക് സാധാരണ പ്രയോഗിക്കാറുള്ളത്. കണ്ണടച്ചിരിക്കുക, കണ്ണടച്ച അവസ്ഥയാണ് നിമീലിതം, നിമീലിതമായ കണ്ണ് എന്ന് പറയും. കണ്ണിൻ്റെ നിമീലിതം ആവുക, കണ്ണ്. അപ്പോൾ ഇവിടെ മനസ്സ് ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെയും ലയിപ്പിച്ച് ഇരിക്കുന്ന അവസ്ഥയിൽ, ആര്? ജീവസ്വരൂപനായിരിക്കുന്ന ജഗതാത്മാവായിരിക്കുന്ന ഭഗവാൻ കണ്ണടച്ച് ഉറങ്ങുന്ന, സുപ്തനായിട്ട് ഉറക്കത്തിലാണ്ട് ഇന്ദ്രിയങ്ങളെ തന്നിലേക്ക് ലയിപ്പിച്ച്, മനസ്സിനെ ലയിപ്പിച്ച് ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ എന്നർത്ഥം. അവിടെ നിമീലിതാത്മനിശി എന്നുള്ള പദത്തെ നേരത്തെ സൂചിപ്പിച്ചു.
നിമീലിതാത്മനി നിശി എന്നാണ് പദച്ഛേദം ചെയ്യേണ്ടത്. നിമീലിതാത്മനിധി ലുപ്ത സപ്തമ്യന്തം പദം എന്ന് ശ്രീധരാചാര്യർ പറയുന്നു. അത് ലുപ്ത അന്തമായിട്ടുള്ള ഒരു പദമാണ്. അത് ഒരു പ്രത്യേകമായ ഒരു പ്രയോഗമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിമീലിതാത്മനി എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാനെക്കുറിച്ചാണ്. അത് ഭഗവാൻ ജീവസ്വരൂപമായിട്ട്, അതായത് ജീവസ്വരൂപമായിട്ട് ത്രിഗുണങ്ങളോട് കൂടിയിരിക്കുന്ന പ്രകൃതിയിൽ അതിൻ്റെ സൃഷ്ടിക്ക് കാരണമായിട്ട് അവയ്ക്ക് അകത്ത് പ്രവേശിച്ച് പ്രവർത്തിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ജഗതാത്മാവ് എന്ന് പറയുന്നത്, ജീവസ്വരൂപൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ജീവസ്വരൂപൻ ഉറങ്ങും സമയത്ത് ഈ ഗുണങ്ങൾക്ക് ക്ഷോഭമില്ല, ചലനമില്ല, സ്പന്ദനങ്ങളില്ല, പ്രപഞ്ചമുണ്ടാകുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ഉറങ്ങുകയാണ് എന്ന് നമ്മൾ പറയുന്നു. ഇതൊക്കെ ഒരു സങ്കല്പമാണ്. അങ്ങനെ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഭഗവാൻ ഉറങ്ങുന്നു എന്ന് വെച്ചാൽ അവിടെ ഒരു ഉറങ്ങുക എന്ന ക്രിയ പോലും വാസ്തവത്തിൽ ഇല്ലെങ്കിലും നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആണ് ഈ ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിശ്ചലാവസ്ഥയെ, സൃഷ്ടിക്ക് മുമ്പുള്ള ചൈതന്യത്തിൻ്റെ ആ നിശ്ചലാവസ്ഥയെ ഭഗവാന്റെ ഉറക്കം, ഭഗവാൻ കണ്ണും പൂട്ടി ഉറങ്ങുന്ന സന്ദർഭം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ നമ്മുടെ ഒരു സങ്കല്പനാ ശക്തി കൊണ്ട് നമ്മളതിനെ ധ്യാനിച്ച് വികസിപ്പിച്ചെടുക്കണം. നമ്മുടെ വിചാരം കൊണ്ട്, നിരന്തര വിചാരം കൊണ്ട് നമുക്കത് തെളിഞ്ഞു വരും. അങ്ങനെ നമ്മളതിനെ മനനം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ പരസ്പര വിരുദ്ധമാണ്, എന്താണെന്ന് മനസ്സാകാതെയൊക്കെ പോകും. നമ്മൾ നിരന്തരമായ വിചാരം ചെയ്താൽ ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇനി അവിടെ ചില വ്യാകരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെ ശ്രീധരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട്. ജാതാവേകവചനം എന്താണെന്ന് വെച്ചാൽ ഈ സുപ്തശക്തിഷു, സുപ്തശക്തിഷു എന്ന് വെച്ചാൽ ഉറങ്ങുന്ന ഗുണങ്ങളോട് കൂടിയവനായ ഗുണങ്ങളിൽ എന്നാണ്. ഉറങ്ങുന്ന ഗുണങ്ങൾ, ശക്തിഷു, അവിടെ ബഹുവചനമുണ്ട്. പക്ഷേ നിമീലിതാത്മനി എന്നുള്ളത് എന്താണ്? ഏകവചനവുമാണ്. അപ്പം നിമീലിതാത്മ എന്നുള്ള ഏകവചനം പ്രയോഗിക്കാൻ കാരണം അത് ജാതിവാചകമായിട്ട് പറഞ്ഞത് കൊണ്ടാണ്. ഗുണങ്ങളൊക്കെ ചേർത്തുകൊണ്ട് സ്വപ്തശക്തികളായ ഗുണങ്ങളെ കുറിച്ച് ജാതിവാചകമായിട്ട് പറയുമ്പോൾ അത് ഏകവചനമായാലും കുഴപ്പമില്ല എന്ന് അതിനെ അദ്ദേഹം സാധൂകരിച്ചിട്ടുണ്ട്. ഈശ്വരെ ലീനരൂപേഷു ജീവേഷു സത്സു ഇത്യർത്ഥ. അതായത് ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ ലീനരൂപേഷു ജീവേഷു, അതായത് ലയിച്ചു കിടക്കുന്ന ജീവാത്മാക്കളിലാണ് ആ ഈശ്വരൻ കുടികൊള്ളുന്നത്. ജീവാത്മാക്കളിൽ കുടികൊള്ളുന്നവനായിട്ട് എന്നാണ് അതിനർത്ഥം. ഇതിനെ കുറച്ചുകൂടി ലളിതമാക്കാൻ വേണ്ടിയിട്ട് ഈ ശ്രീധരീയത്തിൻ്റെ ഒന്നുകൂടി ശ്രീധരീയത്തെ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പരമ്പരയിൽ വന്ന മറ്റൊരു ആചാര്യൻ ഗൂഢാർത്ഥ സന്ദീപനി എന്ന് പറയുന്നൊരു വ്യാഖ്യാനം ഉണ്ട്. അതിൽ കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞു വൈ എന്നുള്ള ഒരു അവ്യപദമുണ്ട്. അതിൽ വൈ എന്നുള്ളത് സ്മരണേ, അതിങ്ങനെ സ്മരണത്തിൽ, ഓർമ്മയിൽ, സ്മൃതിയിൽ ഉള്ള കാര്യമായിട്ട് പറയുന്നു എന്നാണ്. കില എന്നുള്ളത് പ്രസിദ്ധേ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിശേഷേ പ്രപഞ്ചാതീതേ ആത്മനെ സ്വസ്വരൂപേ യഹ ഏകഃ പുരുഷ ആസീത് സ ഏവ അയം ശ്രീകൃഷ്ണ ഇത്യന്വയ. അവിശേഷമായിട്ടുള്ള, അതായത് വിശേഷമായിട്ട് സൃഷ്ടിയായിട്ട് പ്രപഞ്ചമായിട്ട് വികസിച്ച് വരുന്നതിന് മുമ്പ്, പ്രപഞ്ചാതീതേ പ്രപഞ്ചത്തിന് മുമ്പ്, ആത്മനെ സ്വസ്വരൂപേ ഭഗവാൻ സ്വസ്വരൂപത്തിൽ ലയിച്ചിരിക്കുന്ന ഏകനായിരിക്കുന്ന അല്ലെങ്കിൽ ആ ഏകനായിരിക്കുന്ന പുരുഷൻ അത് ഈ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് അദ്ദേഹവും ആദ്യമേ തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കഥാ, എപ്പോൾ ഇതന്നെ ശ്രീധരാചാര്യ പറഞ്ഞ പോലെ ഗുണേഭ്യ അഗ്രേ ഗുണക്ഷോഭാത് പൂർവം തഥാ നിശി പ്രളയേ ച തത്സ്വരൂപം എന്ന് പറഞ്ഞിരിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹവും ഇതിനെ സാധൂകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഒരുപാട് വിസ്താരം ഇതിൽ ആവശ്യമില്ല. അപ്പോൾ ഈ ശ്ലോകം വാസ്തവത്തിൽ വേദത്തിൻ്റെ ഒരു സാരത്തെ, വേദസാരത്തെ സൂചിപ്പിക്കുന്നു. വേദങ്ങളിൽ, ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രം, അതിന് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കും. സദൈവ സൗമേതമഗ്ര ആസീത് ഏകമേവാദ്വിതീയം എന്നൊരു മന്ത്രമുണ്ട്. അത് ഞാനിപ്പോൾ ഉദ്ധരിച്ചത് ഛാന്ദോഗ്യോപനിഷത്തിലാണ്. സദൈവ സൗമേതം അഗ്ര ആസീത് ഏകമേവാദ്വിതീയം. സത്ത് ആയിരിക്കുന്ന ആ ഏകമായ വസ്തുവാണ് ആദിയിൽ ഉണ്ടായിരുന്നത്, അല്ലയോ സൗമ്യ എന്ന് ശ്വേതകേതുവിനോട് ആരുണി പറയുന്നതായിട്ട് ഭാഗമാണ്. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥമാണ് ഈ ശ്ലോകത്തിൽ കൂടി നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് അവിടെ അഗ്രേ എന്നുള്ളൊരു പദമൊക്കെ വന്നത്, വൈദികമായ പദം വന്നിരിക്കുന്നത്. അടുത്തത് നമുക്ക് 22ാമത്തെ ശ്ലോകം നോക്കാം. സ ഏവ ഭൂയോ ന ജവീരചോദിതാം സ്വജീവമായാം പ്രകൃതിം സിസൃക്ഷതീം
അനാമരൂപാത്മനി രൂപനാമനി വിധിത്സമാനോനുസസാര ശാസ്ത്രകർ സ ഏവ ഭൂയോ നിജവീരചോദിതാം സ്വജീവമായാം പ്രകൃതിം ശുശ്രൂഷതീം അനാമരൂപാത്മനി രൂപനാമനി വിധിത്സമാനോനുസസാര ശാസ്ത്രകർ സഹ ഏവ ഭൂയഃ നിജവീരചോദിതാം സ്വജീവമായാം പ്രകൃതിം ശുശ്രൂഷതീം അനാമരൂപാത്മനി രൂപനാമനി വിധിത്സമാനഃ അനുസസാര ശാസ്ത്രകൃത്. ഇതാണ് പദച്ഛേദം. ഇനി അതിൻ്റെ അന്വയം ഞാൻ പറയാം. സഹ ഏവ ഭൂയഃ നിജവീരചോദിതാം സ്വജീവമായാം ശുശ്രൂഷതീം പ്രകൃതിം അനാമരൂപാത്മനി രൂപനാമനി വിധിത്സമാനഃ ശാസ്ത്രകൃത് അനുസസാര. അപ്പോൾ അനുസസാര എന്നുള്ളതാണ് ക്രിയ. അനുസരിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആരെ അനുസരിച്ചു? സഹ ഏവ, അവൻ തന്നെ. ആര്? നേരത്തെ പറഞ്ഞ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന സകലത്തിനും കാരണസ്വരൂപനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അനുസരിച്ചു. ആരെ അനുസരിച്ചു? പ്രകൃതിയെ അനുസരിച്ചു. ഏത് പ്രകൃതിയെ? നിജവീരചോദിതാം സ്വജീവമായാം ശുശ്രൂഷതീം പ്രകൃതി. നിജവീരചോദിതം, സ്വന്തം വീര്യത്താൽ പ്രേരിപ്പിക്കപ്പെട്ടവളായ പ്രകൃതിയെ. ആ പ്രകൃതിയുടെ മറ്റു വിശേഷണം എന്താണ്? സ്വജീവമായാം, സ്വന്തം ജീവമായ തന്നെ, അവനവൻ്റെ ആന്തരിക ശക്തിയായിട്ടുള്ള ചിച്ഛക്തിയായിരിക്കുന്ന സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള എല്ലാ ജീവികളെയും പ്രാണികളെയും മോഹിപ്പിക്കുന്നവളായ മായ, ജഗന്മോഹിനിയായിരിക്കുന്ന പ്രാണികളെ മോഹിപ്പിക്കുന്നവളായ ആ മായയെ. അവൾ എങ്ങനെ വേറെന്താണ് അവളുടെ സവിശേഷത? ശുശ്രൂഷതീം എന്നാണ്. സൃഷ്ടിക്കാൻ ആഗ്രഹമുള്ളവളായി ഇരിക്കുന്നവൾ, സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവൾ എന്നാണ് അവളുടെ മറ്റൊരു പ്രത്യേകത. അവളെ ഭഗവാൻ അനുസരിച്ചു. എങ്ങനെ അനുസരിച്ചു? എന്തിനനുസരിച്ചു? അനാമരൂപാത്മനി രൂപനാമനി വിദിത്സമാനഃ. അനാമരൂപാത്മനി, നാമരൂപങ്ങളായിട്ട് ഇല്ലാത്തതായ നിർഗുണനും നിരാകാരനുമായിരിക്കുന്ന ഭഗവാൻ ഈ പ്രപഞ്ചമായിട്ട് പരിണമിച്ചു നിൽക്കുമ്പോൾ അതിന് പ്രത്യക്ഷമായിട്ട് 2 ഗുണങ്ങളാണ് വരുന്നത്. ഒന്ന് നാമം, മറ്റൊന്ന് രൂപം. പല പല രൂപത്തിൽ കാണുന്ന വസ്തുക്കൾക്ക് നമ്മൾ ഓരോ നാമം കൽപ്പിക്കുന്നു. അങ്ങനെയാണ് വസ്തുക്കളെ നമ്മൾ അറിയുന്നത്. ഇപ്പം നമ്മൾ വസ്തുക്കളെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുമ്പോൾ 2 മാധ്യമങ്ങളെ കൊണ്ടാണ് നമ്മൾ അറിയുന്നത്. രൂപം കൊണ്ടും നാമം കൊണ്ടും. രൂപം കണ്ടിട്ടാണ് നമ്മൾ നിശ്ചയിക്കുന്നത് അത് കല്ലാണ്, ഇത് മണ്ണാണ്, ഇത് പൂഴിയാണ്, ഇത് വെള്ളമാണ്, ഇത് അഗ്നിയാണ്, തേജോ വാരിമൃതാം, അല്ലേ, യഥാവിനിമയ. അപ്പോൾ ഇത് അഗ്നിയാണ്. ആ അഗ്നി എന്ന പേര് അഗ്നിയുടെ രൂപം. മണ്ണ് എന്ന പേര് മണ്ണിൻ്റെ ആ രൂപം. വെള്ളം എന്ന പേര് വെള്ളം എന്ന രൂപം. അപ്പോൾ രൂപവും നാമവും ചേർത്തിട്ടാണ് നമ്മൾ ഓരോ പ്രാപഞ്ചിക വസ്തുക്കളെയും തിരിച്ചറിയുന്നത് എന്നുള്ളത് കൊണ്ട് നാമരൂപങ്ങൾ എന്ന് പ്രപഞ്ചത്തിനെ മൊത്തത്തിൽ പറയാൻ സാധിക്കും. അപ്പം നാമരൂപങ്ങളായിട്ട് മാറുന്നത് ആരാണ്? വാസ്തവത്തിൽ നാമവും രൂപവും ഇല്ലാത്തവനായ ഭഗവാനാണ്. അല്ലെങ്കിൽ ആ നാമവും രൂപവും ഇല്ലാത്തതായ ഭഗവാന്റെ ആ സൂക്ഷ്മ സ്വരൂപത്തിൽ നാമരൂപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വിധിത്സമാനഃ, സൃഷ്ടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവൻ എന്നാണ് അവിടെ ഭഗവാനെ പറഞ്ഞിരിക്കുന്നത്. ആ ഭഗവാൻ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ ശാസ്ത്രകൃത്ത് ആണ്. ശാസ്ത്രത്തെ ഉണ്ടാക്കുന്നവനാണ്. വേദം ഉണ്ടാക്കിയവനാണ്. ശാസ്ത്രത്തെ ഉണ്ടാക്കുന്നവനാണ്. ഈ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിക്ക് അതീതനായിരിക്കുന്ന ആ പുരുഷനെക്കുറിച്ചുമുള്ള ജ്ഞാനം ഈ ലോകത്തിന് പകർന്നു കൊടുത്തതും ഭഗവാൻ തന്നെയാണ്. തൻ്റെ ഈ പ്രവൃത്തികളെക്കുറിച്ച്, തൻ്റെ ഈ സൃഷ്ടിസ്ഥിതി സംഹാര ലീലയെക്കുറിച്ച് വിവരിക്കുന്നതായ ശാസ്ത്രത്തെ പ്രതിപാദിച്ചതും സൃഷ്ടിച്ചതും ഭഗവാനാണ്. അതും ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഭഗവാനെ ശാസ്ത്രകൃത് എന്ന് പറയുന്നു. ആ ഭഗവാൻ ഈ തൻ്റെ തന്നെ ആന്തരംഗ ശക്തിയായിരിക്കുന്ന പ്രകൃതിയെ അനുസരിച്ചു. ഭഗവാനാണ് മായയെ സൃഷ്ടിച്ചത്, പ്രകൃതിയെ സൃഷ്ടിച്ചത്. പക്ഷെ ആ പ്രകൃതിയെ ഭഗവാൻ തന്നെ അനുസരിക്കുന്ന രീതിയിലാണ് ഈ സൃഷ്ടി. അതുകൊണ്ട് ഭഗവാൻ ഈ പ്രകൃതിയോട് ചേർന്ന് അതിൻ്റെ ലീലയിൽ അവളെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഭഗവാന് ബന്ധനമുള്ളതായിട്ട് തോന്നുമ്പോൾ ഭഗവാന് ശരീരബന്ധം, മനുഷ്യനായിട്ടും ജീവജാലങ്ങളായിട്ടും ദേവഗണങ്ങളായിട്ടും അസുരഗണങ്ങളായിട്ടും ഒക്കെ തന്നെയുള്ള ശരീരാഭിമാനം വരുന്നതോട് കൂടിയിട്ട് ആ ജീവന് ബന്ധനമുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതാണ് സൃഷ്ടിയുടെ
സ്വഭാവം. സൃഷ്ടിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രാണിജാലങ്ങൾക്കും ഈ ശരീരാഭിമാനം വരുന്നു, ബന്ധനം വരുന്നു, സുഖത്തോടാഗ്രഹം വരുന്നു, ദുഃഖം വേണ്ട എന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ആ ജീവനുണ്ടാകുന്ന ബന്ധനങ്ങൾ. അതാരാണ് വരുത്തിവെച്ചത്? ഭഗവാൻ തന്നെ വരുത്തിവെച്ചതാണ്. തന്നിൽ നിന്നുണ്ടാക്കിയ പ്രകൃതിയെ ക്ഷോഭിപ്പിച്ച് അവളെ കൊണ്ട് സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് ഞാൻ അനുഭവിക്കുന്നു എന്ന അഭിമാനം ഉണ്ടാക്കിയിട്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നർത്ഥം. അതിനെ സാധൂകരിക്കുന്നതായ നിരവധി പ്രമാണങ്ങളും ഒക്കെ വ്യാഖ്യാതാക്കൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ശ്രീധരാചാര്യസ്വാമികൾ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, സ ഏവ അച്യുത സ്വരൂപസ്ഥിതിരേവ പ്രകൃതി മനസ്സാര അധിഷ്ഠിതവാൻ. അച്യുത സ്വരൂപസ്ഥിതി സ ഏവ എന്ന് പറഞ്ഞതിന് അച്യുതനായിട്ട് ശ്രീകൃഷ്ണനായിട്ടിരിക്കുന്ന ആ രൂപം എടുത്തിരിക്കുന്ന ആ ഭഗവാൻ തന്നെ പ്രകൃതി മനസ്സാര, പ്രകൃതിയെ അനുസരിച്ചു, അധിഷ്ഠിതവാൻ, പ്രകൃതിയിൽ ഭഗവാൻ അധിഷ്ഠാനം ചെയ്തു എന്ന്. കീദൃശീം, എങ്ങനെയുള്ള പ്രകൃതിയെ? നിജവീരചോദിതാം സ്വകാലശക്തി പ്രേരിതാം സ്വാംശഭൂതാനാം. അതാണ് നിജവീരചോദിതാം എന്ന വാക്കിന് പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം എന്താണ്? സ്വകാലശക്തി പ്രേരിതാം, കാലശക്തി കൊണ്ടാണ് ഭഗവാൻ ഉള്ളിലുള്ള ആ പ്രകൃതിയെ പ്രചോദിപ്പിച്ചത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത്. കാലശക്തിയെയാണ് ഭഗവാൻ ആദ്യം പ്രവർത്തിപ്പിച്ചത് എന്നർത്ഥം. അങ്ങനെയാണ് മായ ഉണർന്നെഴുന്നേറ്റത്. സ്വാംശഭൂതാനാം ജീവാനാം മായാം മോഹിനീം സ്വജീവമായാം. സ്വാംശഭൂതാം, തൻ്റെ തന്നെ അംശഭൂതമായിരിക്കുന്ന, തൻ്റെ തന്നെ വേർതിരിക്കാൻ പറ്റാത്ത ഭഗവാന്റെ അംഗം തന്നെയായിരിക്കുന്ന ആ പ്രകൃതിയെ, എന്തുകൊണ്ടാണ് അവളെ മായ എന്ന് ജീവമായാം എന്ന് പറഞ്ഞിരിക്കുന്നത്? ജീവാനാം മായാം മോഹിനിയും, ജീവികളെ ജീവനുകളെ മോഹിപ്പിക്കുന്നവളായതുകൊണ്ട്. സൃഷ്ടുമിച്ഛന്തിയും ശുശ്രൂക്ഷതയും, സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവളായതുകൊണ്ട് അവളെ ശുശ്രൂക്ഷതി എന്ന് പറഞ്ഞിരിക്കുന്നു. കിമർത്ഥം മനസ്സാര, എന്തിനു വേണ്ടി അനുസരിച്ചു? അനാമരൂപേ ആത്മനി ജീവേ രൂപനാമനി വിധാതും ഇച്ഛൻ. അനാമരൂപാത്മാവായിരിക്കുന്ന ജീവനിൽ നാമരൂപങ്ങളെ ഉണ്ടാക്കാൻ, സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട്. അങ്ങനെ ഭഗവാൻ കർമാണിച്ച വിധാതും വേദാൻ കൃതവാൻ ഇത്യാഹു ശാസ്ത്രകൃതി. കർമ്മങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഭഗവാൻ വേദങ്ങളെയും ഉണ്ടാക്കി. അതുകൊണ്ട് ഭഗവാനെ ശാസ്ത്രകൃത് എന്നും പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഏകമേവ ദ്വിതീയമായിരിക്കുന്ന ബ്രഹ്മം ഇവിടെ സദൈവ സൗമ്യേതമഗ്ര ആസീത് എന്നുള്ള വേദമന്ത്ര, ആ മന്ത്രഖണ്ഡം, മന്ത്രത്തിൻ്റെ ആ ചെറിയൊരു പദം, ആ പദത്തെയാണ് 21ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതെങ്കിൽ 22ാമത്തെ ശ്ലോകത്തിൽ എന്ത് ചെയ്തു? അതിന് തൊട്ടടുത്ത പദമായ ഏകമേവാദ്വിതീയ സ ഐക്ഷത തദൈക്ഷത എന്നാണ്. ആ വേദത്തിൻ്റെ അടുത്ത പദം സദൈവ സൗമ്യേതം അഗ്ര ആസീത് ഏകമേവാദ്വിതീയം എന്നാണ് ഒരു പദം, ഒരു വാക്യം. പിന്നീട് പറയുന്നത് തദൈക്ഷത ബഹുസ്യാം പ്രജായേയ. ഇവിടെ തദൈക്ഷത, ആ സ്വരൂപം, ആ ബ്രഹ്മസ്വരൂപം അവനവനെ തന്നെ നിരീക്ഷിച്ചു. ചുറ്റുപാടും മറ്റൊന്നുമില്ല, താൻ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടു എന്നുള്ള ആ ഒരു അതത്തെ തദൈക്ഷത എന്നുള്ള ആ ഈക്ഷണം, കാണുക എന്നുള്ള പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഈ സർവേശ്വരൻ എന്ത് ചെയ്യുന്നത്? സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പ്രക്രിയ അദ്ദേഹം സ്വയം നിരീക്ഷിച്ചു, കണ്ടു, ചുറ്റുപാടുകളെ കണ്ടു, എന്നിട്ട് താൻ പലതായി തീരാം എന്ന് സങ്കല്പിക്കുകയാണ്. അപ്പം അവിടെ ആ മന്ത്രത്തെയാണ് തദൈക്ഷത ബഹുസ്യാം പ്രജായേയ എന്നുള്ള ആ മന്ത്രത്തിൻ്റെ ഭാഗത്തെയാണ് ഈ 22ാമത്തെ ശ്ലോകം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഓരോ ശ്ലോകവും വേദമന്ത്രത്തിലെ ഓരോ പദത്തെ, ഓരോ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്തോത്രങ്ങൾ സർവശ്രുതി മനോഹര എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. സർവ്വവേദങ്ങൾക്കും വേദാഭിമാനികളായിട്ട് ദേവതകളും ഈ സ്തോത്രങ്ങളെ, ഈ സ്തുതികളെ, ഈ ശ്ലോകങ്ങളെ അത്യാകർഷങ്ങളായി കണ്ട് അവരൊക്കെ വിസ്മയിച്ചു പോയി എന്ന് പറയാനുള്ള കാരണം. തുടർന്നുള്ള ആ ശ്ലോകങ്ങളുടെ അർത്ഥം വീണ്ടും നമുക്ക് വിചാരം ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.